ഈ ബുദ്ധി നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു. അങ്ങനെ ചുവപ്പ് നാടയുടെ രക്തസാക്ഷിയായി എല്ലാ അർത്ഥത്തിലും മാറുകയാണ് എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ കട്ടിപ്പാറ വളവനാനിക്കൽ അലീന ബെന്നി. കരുക്ക് കഴിഞ്ഞ് നിയമ ഉത്തരവ് എത്തിയപ്പോൾ അലീന ബെന്നി ഓർമ്മയായി. നിരാശയിൽ അവർ ആത്മഹത്യ ചെയ്തിട്ട് മാസം 1 ഇക്കഴിഞ്ഞ ഫെബ്രുവരി 19 അലീന ബെന്നിയെ കട്ടിപ്പാറയിലെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശമ്പളവും നിയമനാംഗീകാരവും ഇല്ലാതെ വർഷങ്ങളായി ജോലി ചെയ്യേണ്ടി വന്നതിലെ മനോവിഷമമാണ് മകളെ ആത്മഹത്യയിലേക്ക് അവരെ നയിച്ചത്. ഇപ്പോൾ നിയമനാംഗീകാരത്തിന്റെ ഉത്തരവെത്തുകയാണ്. നിയമനാംഗീകാരവും ശമ്പളവും ലഭിക്കാതെ 5 വർഷത്തോളമാണ് അലീന ബെന്നി എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്തത്. മരിച്ച് 1 മാസം തികയും മുൻപാണ് നിയമനത്തിന് അംഗീകാരമായത്. മാർച്ച് 15 അലീന ബെന്നിയെ LP സ്കൂൾ അധ്യാപികയായി നിയമിച്ചുകൊണ്ടുള്ള നടപടിക്ക് താമരശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് അംഗീകാരം നൽകിയത്. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്തതിനാൽ ശമ്പള സ്കെയിൽ പ്രകാരമുള്ള നിയമനത്തിന് പകരം പ്രതിദിനം 955 രൂപ നിരക്കിൽ ദിവസം വേതന വ്യവസ്ഥയിലുള്ള നിയമനമാണ് അംഗീകരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഉത്തരവ് പുറത്തായത്. അങ്ങനെ അലീന ബെന്നി ചുവപ്പ് നാടയുടെ രക്തസാക്ഷിയായി മാറുകയാണ്. അപ്പോഴും നീതി നിഷേധവുമുണ്ട്. അർഹതയുള്ള മുഴുവൻ കാര്യങ്ങളും സർക്കാർ അംഗീകരിക്കുന്നില്ല. താമരശ്ശേരി AEO നിയമ നടപടി അംഗീകരിച്ച് സമന്വയ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയതോടെയാണ് നിയമനാംഗീകാര ഉത്തരവ് മാനേജ്മെന്റായ താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിക്ക് ലഭിച്ചത്. കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലേക്ക് മാറ്റി നിയമിച്ച 2024 ജൂൺ 5 മുതൽ മരണം നടന്ന 2025 ഫെബ്രുവരി 19 വരെയുള്ള വേതന അനുബന്ധ ആനുകൂല്യങ്ങൾക്ക് മാത്രമാണ് അലീനയുടെ കുടുംബത്തിന് ഇനി ലഭ്യമാവുക. അതിനു മുൻപ് നസ്രത്ത് LP സ്കൂളിൽ 2019 ജൂൺ 17 മുതൽ 2019 ഡിസംബർ 31 വരെ താൽക്കാലിക അടിസ്ഥാനത്തിലും കേട്ടറ്റ് യോഗ്യത നേടിയ ശേഷം 2021 ജൂലൈ 22 മുതൽ പ്രൊബേഷണറി LPST ആയും ജോലി ചെയ്ത കാലത്തെ സേവനത്തിന് അംഗീകാരമില്ല. ആകെ 9 മാസത്തെ ആനുകൂല്യങ്ങൾക്ക് മാത്രമാണ് അനുവദിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഇതെന്ന് ആർക്കും അറിയില്ല. കോഴിക്കോട് കട്ടിപ്പാറയിൽ ആത്മഹത്യ ചെയ്ത അലീന ബെന്നിക്ക് സ്കൂൾ മാനേജ്മെന്റിൽ നിന്നും ഒരു പരിഗണനയും കിട്ടിയിട്ടില്ലെന്നും പിതാവ് ബെന്നി ആരോപിച്ചിരുന്നു. ഭാവി സുരക്ഷിതമാക്കാനാണ് മകളെ ജോലിക്കയച്ചത്. ഇനി ഒന്നും വേണ്ട, ആരെന്ത് തന്നാലും ഒന്നും പരിഹാരമാകില്ല. ശമ്പളം ലഭിക്കാത്തതോടെ മറ്റൊരു പോസ്റ്റ് ആവശ്യപ്പെട്ടെങ്കിലും മാനേജ്മെന്റ് നൽകിയില്ല. ആനുകൂല്യം വേണ്ട എന്ന് സ്കൂൾ അധികൃതർ എഴുതി വാങ്ങിയതായും അറിഞ്ഞു. അലീന ആത്മഹത്യ ചെയ്തിട്ട് മാനേജ്മെന്റിൽ നിന്നും ഒരാൾ പോലും വിളിച്ചില്ലെന്നും ബെന്നി പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ബെന്നിയെ തേടിയാണ് പുതിയ ഉത്തരവ് എത്തുന്നത്. അധ്യാപിക അലീന ബെന്നിയുടെ ആത്മഹത്യക്ക് കോർപ്പറേറ്റ് മാനേജ്മെന്റും സർക്കാർ ഉത്തരവാദികളാണെന്നും കുടുംബത്തിന്റെ അഭിപ്രായവും ലഭിച്ച തെളിവുകളും ഇത് സാധൂകരിക്കുന്നതായും അഭിപ്രായം ഉയർന്നിരുന്നു. 5 വർഷമായി ശമ്പളവും നിയമനാംഗീകാരവും ലഭിക്കാതെ ജീവനൊടുക്കിയ അധ്യാപിക അലീന ബെന്നിയുടെ മരണത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും കാത്തലിക് ലേമൻസ് അസോസിയേഷൻ അടക്കം രംഗത്ത് വന്നിരുന്നു. അധ്യാപികയായി നിയമിക്കാൻ 13 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന പരാതി സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും അസോസിയേഷൻ കേന്ദ്ര പ്രവർത്തക സമിതി സെക്രട്ടറി മാളിയേക്കൽ ML ജോർജ് ആവശ്യപ്പെട്ടിരുന്നു. സംഭവത്തിൽ കാരണക്കാരനായ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കെതിരെയും ഫയൽ വൈകിപ്പിച്ച ക്ലർക്കിനെതിരെയും നടപടി വേണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. എയ്ഡഡ് സ്കൂൾ അധ്യാപികയുടെ മരണത്തിൽ മാനേജ്മെന്റിനെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് താമരശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് വിശദീകരിച്ചിരുന്നു. ഭിന്നശേഷി സംവരണത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ മൂലമാണ് അധ്യാപികയ്ക്ക് സ്ഥിരം നിയമനം ലഭിക്കാത്തതെന്നും മാനേജ്മെന്റ് പറയുന്നുണ്ട്. നിയമനത്തിനായി അലീനയുടെ പക്കൽ നിന്നും പണം വാങ്ങിയിട്ടില്ല. അലീനയെ പോലെ നിരവധി അധ്യാപകർ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് സ്വന്തം നിലയിൽ അലീനയ്ക്ക് താൽക്കാലികമായി ധനസഹായം നൽകിയിരുന്നുവെന്നും മാനേജ്മെന്റ് വിശദീകരിച്ചിട്ടുണ്ട്. ദീർഘകാല അവധിയിലായിരുന്ന അധ്യാപിക ജോലിയിൽ നിന്നും രാജിവെച്ചുണ്ടായ ഒഴിവിൽ 2021 മാനേജ്മെന്റ് അലീന ബെന്നിയെ നിയമിച്ചു. താമരശ്ശേരി AEOയിൽ അംഗീകാര അപേക്ഷ നൽകിയിരുന്നെങ്കിലും ഭിന്നശേഷി സംവരണം അടക്കമുള്ള സാങ്കേതിക തടസ്സങ്ങളാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയമനാംഗീകാരം ലഭിച്ചിരുന്നില്ല. നിയമനാംഗീകാരം നേടിയെടുക്കാൻ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ നടന്നില്ലെന്നായിരുന്നു ഉയർന്ന വിമർശനവും.